بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1759 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്കാഫിലെ 15-ാമത്തെ ആയത്തിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. صدق الله العلي العظيم. സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ ഇന്നലെ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. എന്റെ തുടർന്നുള്ള ശേഷിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. തുടക്കത്തിൽ അല്ലാഹു മക്കയിലെ ആ സത്യനിഷേധികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവരോടുള്ള ആശയസംവാദത്തിന്റെ ആ സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ ഏറ്റുവാങ്ങാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചുള്ള ചില സൂചനകൾ നൽകപ്പെടുന്നതാണ് ഈ സൂറത്തിന്റെ പിന്നിട്ട ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായത്. അവരെ ഈ വിധത്തിൽ സൗഭാഗ്യം ഉള്ളവരായി മാറാൻ അവർക്ക് കാരണമായ ചില സംഗതികൾ അതിനിടക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അല്ലാഹു മനുഷ്യ സമൂഹത്തെ ഒന്നാകെയായി ഉപദേശിച്ച ഒരു കാര്യമാണ് ഈ ആയത്തിൽ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു അതിന്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് ഈ സത്യവിശ്വാസികൾക്ക് ലഭ്യമാകുന്ന സൗഭാഗ്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് അതിന്റെ ഈ വിവരണം തുടരുന്നുണ്ട് തുടർന്നുള്ള ആയത്തുകൾ. അതിനിടക്കുള്ള ഒരു ആയത്താണ് അത്. ഇതിനോട് ചേർത്ത് വെച്ചാണ് നമ്മൾ മനസ്സിലാക്കി അതിന്റെ വായന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. മനുഷ്യനെ നാം ഉപദേശിക്കുകയുണ്ടായി, നേരത്തെ ഉപദേശിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് നൽകപ്പെടുന്നത്. എല്ലാ കാലത്തും പ്രവാചകന്മാർ മുഖേന പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് മാതാപിതാക്കളോടുള്ള അവർക്ക് നന്മ ചെയ്യുക, അവർക്ക് സേവനം ചെയ്യുക എന്നത് അല്ലാഹു വളരെ പ്രാധാന്യമുള്ള ഒരു ഉപദേശമായിട്ട് മനുഷ്യന് നൽകുന്ന കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതിന്റെ ന്യായമാണ് എന്തുകൊണ്ട് മാതാപിതാക്കളോട്
കടപ്പാടും പ്രതിബദ്ധതയൊക്കെ കാണിക്കുന്ന, അവർക്ക് സുഹൃതം ചെയ്യുന്നവരായി മാറണം എന്നതിനുള്ള ന്യായമാണ് തുടർന്ന് വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. ഹമലത്തുഹു ഉമ്മുഹു കുറുഹൻ, പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നത്. വവളഅതുഹു കുറുഹ, അവനെ പ്രസവിച്ചതും അതേപോലെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് തന്നെയാണ്. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ, അവന്റെ ഗർഭം ചുമക്കുന്ന കാലവും അവനുള്ള മുലയൂട്ടൽ കാരണവും ആ കാലവും 30 മാസമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. ഈ ഭാഗത്തിന്റെ വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം വേണ്ട വിധത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. തുടർന്ന് പറയുന്നത്, അങ്ങനെ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, അങ്ങനെ മനുഷ്യൻ അവന്റെ കരുത്താർജിക്കുന്ന ഒരു പ്രായം എത്തുന്നു എന്ന് പറഞ്ഞാൽ, മാതാവിന്റെയോ പിതാവിന്റെയോ പിന്തുണയോ സഹായമോ ഒന്നും വേണ്ടതില്ലാത്ത വിധത്തിൽ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന കരുത്താർജിക്കുന്നു. അതാണ് ഹത്താ ഇദാ ബലഗ അശുദ്ധഹു എന്ന വിവരണം സൂചിപ്പിക്കുന്നത്. അവന്റെ കരുത്ത് ശക്തിയൊക്കെ ഉള്ളവനായി, അവന് ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും ഒക്കെ മെച്ചുറായിട്ട് പക്വതയും പാകതയും എത്തിയ ഒരു പ്രായത്തിലേക്ക് അവൻ വന്നു ചേരുന്നു. ഹത്താ ഇദാ ബലഗ അശുദ്ധ. അങ്ങനെ ബലഗ 40 സനതൻ, അങ്ങനെ 40 അവൻ എത്തുന്നു. 40 വയസ്സ് പ്രായമാവുന്ന ഒരു ഘട്ടം എത്തുന്നു. 40 വയസ്സ് വളരെ നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റ് ആണ് എന്നത് ഈ ഇവിടുത്തെ വിവരണത്തിൽ നിന്നും വേറെ ചില സൂചനകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമാണ്. പ്രവാചകന്മാരുടെ കാര്യത്തിൽ നമുക്ക് അറിയാൻ പറ്റിയിടത്തോളം അവര് ആ ദൗത്യ ചുമതല ഏൽപ്പിക്കപ്പെടുന്ന ആ പ്രായം 40 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നുബുവത്തിന്റെ കാലം 40 വയസ്സ് കഴിഞ്ഞ ഘട്ടത്തിലാണ്. പല പൂർവിക പ്രവാചകന്മാരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അതിനൊരു അപവാദമായിട്ട് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഒരു നിയോഗമായിരിക്കണം എന്നാണ് തോന്നുന്നത്. എന്തായാലും 40 വയസ്സിന് ഒരു പ്രാധാന്യം ആ നിലക്കുണ്ട്. അങ്ങനെ നല്ല കരുത്ത് ആർജിച്ച, മാനസികവും ശാരീരികവും അതുപോലെ ദൈക്ഷണികവും ഒക്കെയായ, ബുദ്ധിപരവും ഒക്കെയായ പക്വത ആർജിച്ച, കരുത്ത് ആർജിച്ച ഒരു ഘട്ടം എത്തുന്നതോടെ അതിനെ തുടർന്ന് അത് അവൻ സ്വതന്ത്രനായി സ്വന്തം കാര്യം നോക്കാൻ പ്രാപ്തി നേടിയ ഒരു സ്റ്റേജിലേക്ക് അവന്റെ വളർച്ച പൂർണ്ണത പ്രാപിക്കുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ബലഗ 40 സനത്ത്, അങ്ങനെ അവന് 40 വയസ്സാവുന്നതോടെ കാല അവനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അവനിങ്ങനെ പറയുന്നു, 40 വയസ്സ് ഒരു വലിയ തിരിച്ചറിവുണ്ടാക്കുന്ന, പിന്നിട്ട കാലങ്ങളെക്കുറിച്ച്, പിന്നിട്ട വഴികളെക്കുറിച്ചൊരു തിരിഞ്ഞുനോട്ടം നടത്തുന്ന, ഇനി മുന്നോട്ട് എത്രത്തോളം ബാക്കിയുണ്ട് എന്നത് ഒന്ന് നോക്കിക്കാണുന്ന ഒരു കാലമായിട്ടാണ് ഖുർആൻ ഈ സൂചന ഇവിടെ നൽകുന്നത്. ഇങ്ങനെ 40 വയസ്സെത്തുന്നതോടെ അവൻ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. മനുഷ്യന്റെ ഒരു ഋജുവായ രീതിയിൽ സഞ്ചരിക്കാൻ, സത്യമാർഗം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാളുടെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗം പിന്നിട്ട ഘട്ടത്തില് തിരിച്ചറിവോടുകൂടി അവൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത്. അവന് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക്, എന്റെ നാഥ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത കാണിക്കാൻ നീ എനിക്ക് ഉദവി നൽകണമേ എന്നാണ് പറയുന്നത്. തിരിഞ്ഞു നോക്കുമ്പോ അള്ളാഹുവിന്റെ വലിയ സഹായവും അനുഗ്രഹവും ഒക്കെ കാരണമായിട്ടാണ് തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. ജീവിതത്തില് തന്റെ പല താല്പര്യങ്ങളും പിന്തുടരാൻ പറ്റിയത്, പല നേട്ടങ്ങളും
കൊയ്തെടുക്കാൻ പറ്റിയത് എന്നൊക്കെ അവൻ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇടപെടലും അനുഗ്രഹവും ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ തനിക്ക് ഈ കാലങ്ങളെ തരണം ചെയ്ത് ഈ ഘട്ടത്തിലേക്ക് എത്താൻ സാധിക്കുമായിരുന്നില്ല എന്നത് അവൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ അള്ളാഹു എല്ലാ നിലക്കുമുള്ള സഹായവും അനുഗ്രഹങ്ങളും എൻ്റെ പിന്നിട്ട കാലത്ത് എനിക്ക് നൽകിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ വിധത്തിൽ കരുത്ത് നേടാനും സ്വന്തം കാലിൽ നിൽക്കാനും അതുപോലെ ജീവിതത്തിന്റെ പല താല്പര്യങ്ങളും സാക്ഷാത്കരിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത് എന്നത് മനുഷ്യൻ ഒരു തിരിച്ചറിവോടുകൂടി ഉൾക്കൊള്ളുകയാണ്. ആ ഘട്ടത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നേരെ കൈകൾ ഉയർത്തിക്കൊണ്ട് അവന് പ്രാർത്ഥിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും അവൻ അള്ളാഹുവിനോട് കടപ്പെട്ടിരിക്കുകയാണ് എന്നത് അവന് വളരെ ശക്തമായ ഒരു ബോധ്യം ഉണ്ടാവുന്നത് അപ്പോഴാണ്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക്, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ, അതിന് നിന്നോട് ശുക്ർ ചെയ്യാൻ, കൃതജ്ഞത കാണിക്കാൻ എനിക്ക് നീ ഉദവി നൽകണമേ എന്നാണ് ഇവിടെ പറയുന്നത്. തൗഫീഖ് ചെയ്യണമേ എന്ന് പറയുന്ന പോലെ തന്നെയുള്ള ഒരു പ്രയോഗമാണിത്. ഔസിഅനി, നീ എനിക്ക് അതിന് തൗഫീഖ് ചെയ്യണമേന്നോ അല്ലെങ്കിൽ തൗസിയ ചെയ്യണമേ എന്നൊക്കെ പറഞ്ഞാല് അതിന്റെ അർത്ഥം അങ്ങനെ നിന്നോട് കൃതജ്ഞത കാണിക്കാൻ എനിക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും അതിനുള്ള സന്നദ്ധതയും അതിനുള്ള ചുറ്റുപാടുമൊക്കെ നീ എനിക്ക് ഒരുക്കി തരണമേ എന്നാണ് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുന്ന ഒരു മനസ്സുള്ളവനായിട്ട് നിലകൊള്ളണം. അള്ളാഹുവിനോട് ഏതൊക്കെ വിധത്തിലാണോ ഞാൻ കടപ്പാട് കാണിക്കേണ്ടത് ആ വിധത്തിലൊക്കെ കടപ്പാട് കാണിക്കാൻ എനിക്ക് സാധിക്കണം. അതിന് നീ എനിക്ക് അതിന്റെ മാഹൗൽ ഒരുക്കി തരണമേ എന്നാണ് ഇവിടെ പറയുന്ന കാര്യം. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക് അല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒന്നും കൂടി വിശദമാക്കുകയാണ്. അല്ലതി അൻഅംത അലയ്യ, നീ എന്റെ മേൽ ചെയ്തിട്ടുള്ള, എനിക്ക് വേണ്ടി എനിക്കായി ചൊരിഞ്ഞു തന്നിട്ടുള്ള നിന്റെ നിഅമത്തുകൾ. വഅലാ വാലിദയ്യ, എനിക്ക് മാത്രമല്ല എന്റെ മാതാപിതാക്കൾക്കും നീ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അതിന്റെ ഗുണം ലഭിക്കാൻ അവസരം ഉണ്ടായത്. അതും അയാൾ മനസ്സിലാക്കുകയാണ്. അപ്പോ എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ അനുഗ്രഹങ്ങൾ, അപ്പൊ എന്റെ മേലും എന്റെ മാതാപിതാക്കളുടെ മേലും നീ ചെയ്ത അനുഗ്രഹങ്ങളുടെ പേരിൽ നിന്നോട് ശുക്ർ ചെയ്യാനുള്ള ഒരു സാഹചര്യം നീ എനിക്ക് ഒരുക്കി തരണമേ എന്നാണ് 40 വയസ്സെത്തുന്ന ഘട്ടത്തില് അള്ളാഹുവിനെ ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുക. വഅലാ വാലിദയ്യ, അതിനോട് ചേർത്ത് അയാൾ പറയുന്ന വഅൻ അഅമല സാലിഹൻ തർലാഹു, നീ തൃപ്തിപ്പെടുന്ന സുഹൃതങ്ങൾ ചെയ്യാനും നീ എനിക്ക് അവസരം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ വല്ലാത്തൊരു തിരിച്ചറിവും അതുപോലെ ഉൾക്കാഴ്ചയും ഒക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു കാലമാണത്. ജീവിതത്തിൽ പല നിർണായകമായ തീരുമാനങ്ങൾ എടുക്കും. വളരെ പ്രാധാന്യമുള്ള ചില സംഗതികളിലേക്ക് അവന് മുന്നിട്ടിറങ്ങും. ചില കാര്യങ്ങൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ദീർഘകാലത്തേക്ക് ഗുണമുണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ പലരും വലിയ ദൗത്യം ഏറ്റെടുക്കുന്ന, നിർവഹിക്കാൻ തുടങ്ങുന്ന ഒരു കാലം. ആ ഘട്ടത്തില് തനിക്കും തന്റെ മാതാപിതാക്കൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ടുണ്ടായിരുന്ന അനുഗ്രഹങ്ങളെ വലിയ കടപ്പാടോടെയും അതുപോലെ കൃതജ്ഞതയോടെയും അയാൾ ഓർക്കുകയാണ്. എന്നിട്ട് പറയുന്നത് അതിനൊക്കെയും ശുക്ർ കാണിക്കാൻ പടച്ചോനെ നീ എനിക്ക് അവസരം ഒരുക്കി തരണേ, അതിനുള്ള തൗസിയ തരണേ, അതിനുള്ള ഉദവി തരണേ എന്നാണ് ഒരു മനുഷ്യൻ ആ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നത്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹു, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യണം എനിക്ക്. നിന്റെ തൃപ്തി എനിക്ക് വേണം, നീ എന്നിൽ തൃപ്തനാവണം. അതിനു വേണ്ടി
ഉപകരിക്കുന്ന ചില അമലുകളൊക്കെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിന്റെ തൃപ്തി ലഭിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അതിന് എനിക്ക് നീ അവസരം ഒരുക്കി തരണമേ എന്നാണ് തുറന്നു പറയുന്നത്. എന്റെ സന്താനങ്ങളെയും നീ സുഹൃതവാന്മാരാക്കണമേ എന്നാണ് പിന്നെ പറയുന്നത്. അപ്പോ തൊട്ടു മുമ്പ് അവന് സ്വന്തം അവസ്ഥയെ വിലയിരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനോട് ചേർത്ത് തന്റെ മാതാപിതാക്കൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ ഓർത്തു. അതിനും ശുക്ർ ചെയ്യാൻ എനിക്ക് തൗസിയ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് തന്നെയും സുഹൃതം ചെയ്യാൻ, നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ഒരുക്കി തരണമേ എന്ന് പറഞ്ഞു. തുടർന്ന് പറയുന്ന മക്കളുടെ കാര്യം, വാസ്ലിഹ്ലി ഫീ ദുരിയത്തി. അപ്പൊ പിന്നിട്ട കാലത്തെ മുൻ തലമുറകളുടെ കാര്യത്തില്, മാതാപിതാക്കളുടെ കാര്യത്തില്, അവരുടെ പൂർവികരുടെ കാര്യത്തിലൊക്കെ ഈ മനുഷ്യന്റെ ആലോചന ഉണ്ടായി. അവരുടെ കാര്യത്തിൽ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ശുക്ർ ചെയ്യാൻ അവസരം വേണം. അതാണ് അയാൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി. മക്കളുടെ കാര്യത്തിലും ഒരു ബോധത്തോടു കൂടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, വാസ്ലിഹ്ലി ഫീ ദുരിയത്തി, എന്റെ മക്കളെ സ്വാലിഹികളായ മക്കളാക്കണമേ എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. അസ്ലിഹ് അതിന്റെ ക്രിയാരൂപമാണ്. അസ്ലിഹ്ലി, എനിക്കായി സൽക്കർമ്മികളാക്കണമേ, അല്ലെങ്കിൽ സൽക്കർമ്മം അനുഷ്ഠിക്കുന്നവർ ആക്കണമേ. ഫീ ദുരിയത്തി, എന്റെ മക്കളെ. ദുരിയത്ത് എന്ന് പറഞ്ഞാൽ എന്റെ പിന്മുറക്കാരായി വരുന്ന സന്തതികളെ, മക്കളും അവരുടെ പിന്മുറക്കാരും ഒക്കെ ആയിട്ടുള്ള എന്റെ പിന്നീട് വരുന്ന തലമുറകൾ. അപ്പൊ അവരേറ്റവും നല്ല ആളുകളാക്കി അവരെ മാറ്റണമേ. അവര് സ്വാലിഹികളായിട്ട് തന്നെ അടയാളപ്പെടുത്തപ്പെടുന്നവരാക്കണമേ എന്നാണ് ഒരാള് ഈ പ്രായത്തിൽ പ്രാർത്ഥിച്ചു പോകുന്നത്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തന്റെ മാതാപിതാക്കൾക്കും പിന്നിട്ട തലമുറകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, തനിക്ക് ശേഷം ഭൂമുഖത്ത് വന്നു ചേരാനുള്ള തന്റെ മക്കളുടെയും മക്കളുടെ പിന്മുറക്കാരാവുന്ന ആളുകളെയൊക്കെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു. ദുരിയത്ത് സ്വന്തം മക്കൾ തന്നെ ആയിട്ട് പരിഗണിക്കപ്പെടേണ്ടതില്ല. ഖുർആനിൽ അത് പിൻതലമുറ എന്നുള്ള നിലക്ക് പൊതുവായിട്ടും ഉപയോഗിച്ച് കാണാൻ കഴിയും. അപ്പം പിന്മുറക്കാരായ പിൻഗാമികളായ ആളുകൾക്ക് അവരെയും നീ സ്വാലിഹികളാക്കണമേ എന്നാണ് ഒരാള് ശ്രദ്ധാപൂർവം അള്ളാഹുവിനോടായിട്ട് പ്രാർത്ഥിക്കുന്നത് ആ ഘട്ടത്തിൽ. അപ്പോ അള്ളാഹുവിന്റെ അസ്തിത്വത്തില് ബോധ്യമുള്ള ഒരാള് എത്ര കണിശമായ ആദർശബോധവും അതുപോലെ പ്രതിബദ്ധതയും ദിശാബോധവുമാണ് അതിലൂടെ കൈവരിക്കുന്നത് എന്നത് ഈ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും തന്നെ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, ജീവിതത്തിന്റെ പേർപ്പസ് എന്താണ് എന്നത് അള്ളാഹു പഠിപ്പിക്കുന്നത് പ്രവാചകന്മാരും മുഖേന പഠിപ്പിച്ചത് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാള് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്താൻ സാഹചര്യം ഉണ്ടാവില്ല. അയാള് പൂർവികരെ എന്നോ മറന്നിട്ടുണ്ടാവും. പിതാക്കന്മാരെയും മാതാപിതാക്കളെയും ഒക്കെ പൂർണ്ണമായിട്ട് അവൻ വിസ്മൃതിയിലേക്ക് വിട്ടിട്ടുണ്ടാവും. വരാനിരിക്കുന്ന മക്കളുടെ കാര്യത്തിലും അയാൾക്ക് അങ്ങനെയുള്ള പ്രതീക്ഷകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകളോ ഒന്നും ഉണ്ടാവില്ല. അത് ജീവിതത്തിൽ ഒരു വലിയ പ്രതിബദ്ധത ഉണ്ടാക്കുന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഈ പ്രാർത്ഥന രൂപപ്പെട്ടു വരുന്നത്. അപ്പോ റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്താൻ, നന്ദി കാണിക്കാൻ നീ എനിക്ക് അവസരം ഒരുക്കി തരണം. അതേപോലെ തന്നെ എന്റെ മാതാപിതാക്കൾക്കായിട്ട് നീ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളുടെ പേരിലും നിന്നോട് ശുക്ർ ചെയ്യാൻ എനിക്ക് നീ അവസരം ഒരുക്കി തരണം. വാന അമല സ്വാലിഹൻ തർലാഹു, നീ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് അവസരം തരണം. അള്ളാഹുവിന്റെ തൃപ്തിയാണ്, കർമ്മങ്ങളിൽ അള്ളാഹു തൃപ്തിയുള്ളവനാവുക എന്നതാണ് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യം. കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടാകും, പക്ഷെ അത്
പലതും ഭൗതിക നേട്ടത്തിന് വേണ്ടിയോ ആളുകളെ കാണിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുനിയാവിന്റെ നേട്ടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ ആണെങ്കിൽ അത്തരം കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തിയോ സ്വീകാര്യതയോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കർമ്മങ്ങളുടെ കാര്യമല്ല പറയുന്നത്. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള നന്മകൾ ചെയ്യാൻ കഴിയണം. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന തരം കർമ്മങ്ങൾ, അതിന് നീ എനിക്ക് സൗകര്യം ഒരുക്കി തരണമേ എന്നാണ് ഇവിടെ തേടുന്നത്. വഅസ്ലിഹ് ലീ ഫീ ദുരിയത്തി, എന്റെ മക്കളുടെ കാര്യത്തിലും നീ അവരെ സുഹൃതവാന്മാരായി സ്വാലിഹുകളായ മക്കളാക്കി മാറ്റിക്കൊണ്ട് അതിന്റെ ഒരു സംതൃപ്തി നീ എനിക്ക് നൽകണമേ എന്നാണ് പറയുന്നത്. വഅസ്ലിഹ് ലീ, എനിക്കായി നീ അവരെ സുഹൃതവാന്മാരാക്കണമേ എന്ന് പറയുമ്പോൾ എന്റെ മക്കളും പേരമക്കളും ഒക്കെ സ്വാലിഹുകളായി മാറുന്നു എന്ന ഒരു കാര്യം കണ്ടും മനസ്സിലാക്കിയും ആഹ്ലാദിക്കാൻ നീ എനിക്ക് തൗഫീഖ് ചെയ്യണമേ എന്നാണ് ഇവിടെ ഈ 40-ാമത്തെ വയസ്സെത്തുന്ന ഘട്ടത്തില് ഒരാള് പ്രാർത്ഥനയായിട്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു. ഇന്നീ തുബ്തു ഇലൈക, ഞാനിതാ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. എനിക്കിനി യാത്രയുടെ ഈ പ്രയാണത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം നീ മാത്രമാണ്. ഇന്നീ തുബ്തു ഇലൈക, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു എന്നും വേണമെങ്കിൽ പറയാം. ഒരുപാട് വഴികൾ മുന്നിലുണ്ടായിരുന്നത് എല്ലാം തന്നെ തട്ടി മാറ്റി നിന്നിലേക്കുള്ള വഴി ഞാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൽ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചലിക്കുന്ന ഒരു വിഷയം വരുന്നില്ല. ഇന്നീ തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. എന്റെ പ്രയാണത്തിന്റെ അന്തിമ ലക്ഷ്യം നീയാണ്. നിന്റെ തൃപ്തി നേടി നിന്നിലേക്ക് വന്നു ചേരുക എന്നതാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. അപ്പൊ അതിന് തൗബയും വരും. ഇവിടെ തുബ്തു ഇലൈക എന്ന് പറയുമ്പോ നിന്നോട് പശ്ചാത്തപിച്ചു മടങ്ങുന്നു എന്നുള്ള ഭാഷാപരമായ ഒരു അർത്ഥമുണ്ട്. ലിറ്ററൽ ആയിട്ട് അല്ലാതെ നിന്നിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്റെ പ്രയാണ ലക്ഷ്യം, എന്റെ യാത്രയുടെ ലക്ഷ്യം തന്നെ നീയാണ് എന്ന നിലക്ക് മനസ്സിലാക്കാം. രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടുള്ള ആശയങ്ങളാണ്. അള്ളാഹുവിലേക്ക് പ്രയാണത്തിന്റെ മുഖം തിരിച്ചു വെക്കണമെങ്കിൽ അവനുമായുള്ള ബന്ധം ഊഷ്മളമാക്കണം. ഏതെങ്കിലും കാര്യത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ച ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെയും തിരുത്തണം. അതൊക്കെയും തിരുത്തിയിട്ട് അള്ളാഹുവിനോട് ക്ഷമ ആവശ്യപ്പെട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടി അവന്റെ പൊറുക്കലിനെ ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രമേ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തൗബയും തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇന്നീ തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് ഇതാ മടങ്ങിയിരിക്കുന്നു എന്നാണ് തിരിച്ചറിവോടുകൂടി ഒരാൾ പറയുന്നത്. വഇന്നീ മിനൽ മുസ്ലിമീൻ, ഞാൻ നിനക്ക് വിധേയപ്പെട്ടവനായി മാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ, നിന്റെ ശാസനകളെ അതേപടി നിർവഹിക്കുന്ന മുസ്ലിമായിട്ട് ഞാൻ മാറിയിരിക്കുന്നു എന്ന് ഒരാള് സ്വയം സമ്മതിച്ചുകൊണ്ട് പറയുന്ന ഒരു പ്രയാണ ഘട്ടമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. അത് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ആശയ കാലുഷ്യങ്ങളും സന്ദേഹങ്ങളും സംശയങ്ങളും അല്ലെങ്കിൽ കാലിടറുന്ന അല്ലെങ്കിൽ വഴി ഇടക്ക് തെറ്റിപ്പോകുന്ന വിധത്തിലുള്ള വ്യതിചലനങ്ങളൊക്കെ ഒന്നാകെ പൂർണ്ണമായി അങ്ങ് മാറ്റിവെച്ചിട്ട് ഒരാള് 100% അള്ളാഹുവിന് വിധേയപ്പെടുന്നവനായിക്കൊണ്ട് അവനിലേക്ക് മുഖം തിരിക്കുന്ന, അവന് പൂർണ്ണമായി വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഒരു അടിമയായി മാറാൻ ഒരാൾ തീരുമാനിക്കുന്ന, മാനസികമായി സന്നദ്ധമാവുന്ന ഒരു ഘട്ടത്തെയാണ് അല്ലാഹു ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോ ഈ ആയത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് മനുഷ്യൻ തന്റെ മാതാപിതാക്കളോട് കടപ്പാടുള്ളവൻ ആയി മാറേണ്ടതിന്റെ അനിവാര്യത വ്യക്തമാക്കിയതിനു ശേഷം യഥാർത്ഥത്തില് ഇങ്ങനെ ഒരു പ്രതിബദ്ധതയുടെയും കടപ്പാടിന്റെയും കാര്യം മനുഷ്യൻ കൃത്യമായി ബോധ്യം ഉൾക്കൊള്ളുന്നത് 40 വയസ്സെത്തുന്ന ഒരു ഘട്ടത്തിലാണ് എന്നത് ഇവിടെ പരോക്ഷമായിട്ട് പറഞ്ഞു തരികയാണ്.
മാതാപിതാക്കളെ അവരുടെ മൂല്യം മനസ്സിലാക്കുന്നവനായിട്ട് മക്കൾ മാറുന്നത് അവന് ഒരു വാപ്പയായി അല്ലെങ്കിൽ അവളൊരു ഉമ്മയായി മാറുന്ന, അങ്ങനെ മക്കളുടെ അനുസരണവും വിധേയത്വവും ഒക്കെ പ്രധാനമാണ് എന്നത് മനസ്സിലാക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ. 40 വയസ്സെത്തുമ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരാള് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നത് ഓർത്തു പോകും. കാരണം മക്കൾ മുന്നിൽ നമ്മളോട് പെരുമാറുന്നത് ഏത് വിധത്തിലാണെന്ന് നിത്യവും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഒരു പുനരാലോചന ആ ഘട്ടത്തിൽ ഉണ്ടാകും. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ബോധപൂർവം തന്നെ തിരുത്താനും, നമുക്ക് പറ്റിയ തെറ്റുകൾ മക്കൾ ആവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധിയും ഒക്കെ ഉണ്ടായി വരും ആ പ്രായത്തിൽ. അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് മാതാപിതാക്കളോടും മക്കളോടും ഒക്കെയുള്ള ബന്ധത്തിന്റെ കാര്യം തന്നെ ഏറ്റവും ശരിയായ വിധത്തിലാവുന്നത് ഒരാള് അള്ളാഹുവിന് പൂർണ്ണമായി വിധേയപ്പെട്ടവനായി മാറുന്നതിന്റെ കൂടി ഫലമായിട്ടാണ്, അല്ലാതെ ഉണ്ടാവില്ല. ഒരാൾ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അയാള് മാതാപിതാക്കളോട് പ്രതിബദ്ധത കാണിക്കുന്ന, അതില് വളരെ വേണ്ട വിധത്തില് കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളായി മാറുക. മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ അവരെ ആ വിധത്തില് വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നത് തിരിച്ചറിയുന്നതും ആ ഒരു ഘട്ടത്തിലാണ്. അപ്പൊ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ 40 വയസ്സ് എത്തുന്ന സന്ദർഭത്തെ ഈ സൂചനയിൽ നിന്ന് ഖുർആൻ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സൂറത്തിൽ ഈ ആയത്തിന്റെ നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കി രണ്ടാം ഭാഗമായിട്ട് വരുന്ന ആ ഭാഗത്തിലുള്ള 40 വയസ്സെത്തുമ്പോൾ ഒരാൾ നടത്തുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സൂചിപ്പിച്ചല്ലോ. അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്ന്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹു വഅസ്ലിഹ് ലി ഫീ ദുരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ എന്ന ഈ പ്രാർത്ഥന അത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. ജീവിതത്തിൽ നിരന്തരം നിത്യ ജീവിതത്തിൽ തന്നെ വിട്ടുകളയാതെ ഒരു ശ്രദ്ധാപൂർവം നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്തു കൂടി ഈ പരാമർശിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. അത് സുലൈമാൻ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് സൂറത്തു നംലില് അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. സൂറത്തു നംലിലെ 19-ാമത്തെ ആയത്ത് നമ്മൾ ഭാഗമാണത്. നേരത്തെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തു നംല്, 27-ാമത്തെ സൂറത്ത്. അതിലെ 19-ാമത്തെ ആയത്താണ്. ഉറുമ്പുകളുടെ താഴ്വരകളിലൂടെ സുലൈമാൻ അലൈഹി ഇസ്ലാം തന്റെ സൈന്യത്തെയുമായി നീങ്ങുമ്പോഴാണ് ഉറുമ്പുകളുടെ നേതാവ് അനുയായികളോടായിട്ട് പറയുന്ന ഒരു കാര്യം സുലൈമാൻ അലൈഹി ഇസ്ലാം കേൾക്കുന്നത്. ആ ഉറുമ്പുകളുടെ സംഭാഷണം കേൾക്കാനിടയായ ഘട്ടത്തില് അള്ളാഹു തനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ കുറിച്ച് സുലൈമാൻ അലൈഹി ഇസ്ലാം വലിയ ഒരു ബോധ്യത്തോടു കൂടി ഒരു പ്രാർത്ഥന നടത്തുകയാണ്. ആ പ്രാർത്ഥനയാണ് ഈ 19-ാമത്തെ ആയത്തില്, സൂറത്തു നംലിലെ 19-ാമത്തെ ആയത്തില് അള്ളാഹു പരാമർശിക്കുന്ന ഫതബസ്സമ ളാഹികൻ, അദ്ദേഹം ചിരി തൂകി മിൻ ഖൗലിഹ, ഈ ഉറുമ്പിന്റെ നേതാവിന്റെ സംസാരം കേട്ട്, വഖാല, അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാഹു വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ എന്നാണ് ഈ പ്രാർത്ഥന. അതിന്റെ അവസാന ഭാഗമാണ് ചെറിയൊരു മാറ്റമുള്ളത്. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ എന്ന് പറയുന്നിടത്ത് വാക്കുകളിൽ ചെറിയ മാറ്റമുണ്ട്. ആദ്യ ഭാഗം ഇതേ വാക്കുകൾ തന്നെയാണ്. റബ്ബി ഔസിഅനി
അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാഹു എന്നൊക്കെ ഉള്ള ഭാഗം ഒരുപോലെയാണ്. അപ്പൊ ഇത് സൂറത്തുൽ നംലിൽ നേരത്തെ നമ്മൾ ഈ പ്രാർത്ഥന കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ സുലൈമാൻ അലൈഹിസ്സലാം ഒരു ഭരണാധികാരിയായി രംഗത്ത് വന്ന് ഒരു സൈനിക ക്യാമ്പയിൻ നടത്തുന്ന ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ 40 വയസ്സൊക്കെ എത്തിയ ഒരു ഘട്ടത്തിൽ തന്നെ ആവാൻ വലിയ സാധ്യതയുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായ ഒരു തിരിച്ചറിവും ആ തിരിച്ചറിവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രാർത്ഥനയുമാണ് സൂറത്തുൽ നംലില് നമ്മൾ കാണുന്നത്. ഇവിടെ സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തില് മുഴുവൻ മനുഷ്യരെയും പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യമായിട്ടാണ്. അതില് തിരിച്ചറിവുള്ള, ബോധ്യപ്പെടുന്ന, റബ്ബിനെ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ വലിയ ബോധ്യത്തിന്റെ ഒരു ഘട്ടം എത്തുന്ന ആ 40-ാം വയസ്സില് നടത്തുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് ഈ വാക്കുകളെ ഇവിടെ കേൾപ്പിക്കപ്പെട്ടിട്ടുള്ളത്. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാഹു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പ്രാർത്ഥന. അപ്പോ വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണത്. വളരെ കോൺഷ്യൻഷ്യസ് ആയിട്ട് വലിയ ബോധ്യവും അതുപോലെ കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ധാരണയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരാള് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുക. കുട്ടിക്കാലത്തിന്റെ അപക്വമായ ആശയങ്ങളോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ പ്രേരണയിൽ നിന്ന് നിർവഹിക്കുന്ന ഒന്നും പ്രാർത്ഥനയല്ല. അതുപോലെ വാർദ്ധക്യത്തിൽ എത്തുമ്പോ ബുദ്ധിപരമായ കഴിവുകളൊക്കെ ശോഷിച്ച ഒരു ഘട്ടത്തിൽ നടത്തുന്ന പ്രാർത്ഥനയല്ല. എന്തിനും കരുത്തും ശക്തിയും ഉള്ള ഒരു കാലത്ത് അള്ളാഹുവിനെ ധിക്കരിക്കാനും തള്ളിക്കളയാനും ഒക്കെ ഒരാൾക്ക് എല്ലാ നിലക്കും സാധിക്കുന്ന ഒരു ഘട്ടത്തിൽ മാതാപിതാക്കളുടെ പ്രേരണയൊന്നുള്ള വിധത്തിലല്ല, സ്വന്തം ആവശ്യതകൾ കാരണമായിട്ടുമല്ല, ഒരാള് തന്റെ അശുദ്ധ എന്ന് പറയാവുന്ന നല്ല കരുത്ത് ആർജിച്ച ഒരു ഘട്ടത്തിലാണ് തിരിച്ചറിവോടെയും ബോധ്യത്തോടെയും ഒരാള് ഈ പ്രാർത്ഥന നടത്തുന്നത്. അത് കോൺഷ്യസ് ആയിട്ട് അള്ളാഹുവിനെ ലക്ഷ്യമായിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ബോധപൂർവം നിർവഹിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ഈ ആയത്തിന്റെ ആദ്യ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതാപിതാക്കളെ പരാമർശിച്ചുകൊണ്ടൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1-2 ആയത്തുകൾ പരാമർശിക്കപ്പെട്ടിരുന്നു. അതിലൊന്ന് സൂറത്തുൽ ലുഖ്മാനിലെ 14-ാമത്തെ ആയത്താണ്. വസൈനൽ ഇൻസാന ബി വാലിദൈഹി എന്ന് തുടങ്ങുന്ന ഈ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെയും ഭാഗികമായിട്ട് വരുന്നത്. മനുഷ്യന്റെ കാര്യത്തില് നാം ഒരു ഉപദേശം നൽകുകയുണ്ടായി. അവന്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമലത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു, വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിന് മേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് അവനെ ചുമന്ന് നടന്നത്. വഫിസാലുഹു ഫി അമൈൻ, അവന്റെ മുലയൂട്ടൽ അവസാനിപ്പിക്കുന്നത്, പൂർത്തീകരിക്കുന്നത് 2 വർഷത്തിനുള്ളിലായിട്ടാണ്, 2 വർഷത്തോടെയാണ്. അപ്പൊ ഫിസാല് എന്നത് അവിടെ ശരിക്കും ഭാഷാപരമായി മുലയൂട്ടൽ അവസാനിപ്പിക്കൽ എന്നാണ് ഈ വാക്ക് നൽകുന്ന സൂചന, ഫിസാല് എന്നുള്ളത്. എന്നിട്ട് മനുഷ്യന് അനിഷ്കുർലി വലി വാലിദൈക, എന്നോട് കൃതജ്ഞത കാണിക്കുക, നിന്റെ മാതാപിതാക്കളോടും അതുപോലെ നീ കടപ്പാടും പ്രതിബദ്ധതയും കാണിക്കുക എന്ന് അള്ളാഹു മനുഷ്യനെ ഉപദേശിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് നിന്റെ മടക്കം എന്നുകൂടി അള്ളാഹുവോട് ഊന്നി പറയും. അതുപോലെ സൂറത്തുൽ ബഖറയില് ദീർഘമായ ഒരു ആയത്താണ് 233-ാമത്തേത്. അതിന്റെ തുടക്കത്തിൽ വൽ വാലിദാത്തു എന്ന് പറയുന്നുണ്ട്. മാതാക്കൾ യുർദിഅന ഔലാദഹുന്ന, അവരുടെ മക്കളെ മുലയൂട്ടേണ്ടതുണ്ട്. ഹൗലൈനി കാമിലൈൻ,
2 പൂർണ്ണമായ വർഷങ്ങൾ. അപ്പോൾ മുലയൂട്ടൽ കാലമായിട്ട് ലാക്ടൈറ്റിംഗ് പീരീഡ് ആയിട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് 2 വർഷങ്ങളാണ് എന്നത് വിശുദ്ധ ഖുർആന്റെ ആയത്ത് കൊണ്ട് തന്നെ സ്ഥാപിതമാവുന്നുണ്ട്. 2 വർഷമാണ് മുലയൂട്ടൽ കാലം. അതുകൊണ്ടാണ് ഫുഖഹാക്കള് 2 വർഷത്തിന് ശേഷം വേറെ ഏതെങ്കിലും സ്ത്രീകള് മുലയൂട്ടിയാൽ മുലകുടി ബന്ധം സ്ഥാപിതമാവുകയില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. മുലകുടി ബന്ധം സ്ഥാപിതമായി കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ആൺമക്കളും പെൺമക്കളും ഒക്കെ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരും സഹോദരിമാരുമാണ്. വിവാഹ ബന്ധമൊന്നും പാടില്ലാത്ത ഒരു ബന്ധമാണ്. അതുപോലെ പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ ആരെങ്കിലും മുലയൂട്ടൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ 2 വർഷം പൂർത്തീകരിച്ച് നൽകട്ടെ എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന നിർദ്ദേശം. അതിന് ഈ ആയത്ത് അവിടെ അവസാനിക്കുന്നില്ല. ഞാൻ അതിലിവിടെ പ്രാധാന്യമുള്ള ഒരു കാര്യം മാത്രം, ഒരു ഭാഗം മാത്രം വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ഹദീസിൽ വ്യക്തമാക്കപ്പെടുന്ന ഒരു കാര്യം, മനുഷ്യന്റെ ഒരു കുഞ്ഞ് ശരീരത്തിൽ രൂപപ്പെട്ടു, മാതാവിന്റെ ഉദരത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ അതില് 40 ദിവസങ്ങൾ ഒരു പ്രത്യേകതയുള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഹദീസിൽ. 40 ദിവസങ്ങളുടെ 3 സ്റ്റേജസ്. അതിൽ ഒന്നാമത്തത് നുതുഫയായിക്കൊണ്ട് 40 ദിവസമാണ്. നുതുഫ എന്ന് പറഞ്ഞ ഒരു ശുക്ലകണം, അത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച ഒരവസ്ഥയിൽ ആ ഒരു കണ്ടീഷനിലുള്ള ഒരു ഫേസ് ആയിട്ട്, ഒരു ഘട്ടമായിട്ട് 40 ദിവസമാണ് ഹദീസുകളിൽ വ്യക്തമാക്കപ്പെടുന്നത്. അലഖത്തായിട്ട് ഒരു ക്ലോട്ട് ചെയ്യപ്പെട്ട ഒരു മാംസപിണ്ഡം എന്നാണല്ലോ നമ്മൾ സാധാരണ പറയാറുള്ളത്. തൂങ്ങിക്കിടക്കുന്ന ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു രൂപത്തിലായിട്ട്, അലഖത്തായിട്ട്, ആ സ്റ്റിക്കിനെസ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത്, അതുപോലെ ഒരു 40 ദിവസം. പിന്നെ അപ്പോഴത്തേക്ക് അത് മുളുകത്തായിട്ട്, മാംസപിണ്ഡമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടാവും. ഈ അലക്കത്തിന്റെ സ്റ്റേജ് വിട്ട് മുളുകത്തായിട്ട്. അങ്ങനെ 40 അങ്ങനെ 40 120 ദിവസങ്ങൾ, ഏകദേശം 4 മാസങ്ങൾ പിന്നിട്ട ഘട്ടത്തിലാണ് ഈ ഗർഭസ്ഥ ശിശുവിന് റൂഹ് നൽകപ്പെടുന്നതും ജീവന്റെ തുടിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹദീസ് നൽകുന്ന സൂചന അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ഘട്ടം നേരത്തെ 30 മാസങ്ങളാണ് ഗർഭം ചുമക്കുന്ന കാലവും അതുപോലെ മുലയൂട്ടൽ കാലവും ചേർത്തുകൊണ്ട് ഖുർആൻ പറഞ്ഞ് നമ്മൾ കാണുകയുണ്ടായത്. 30 മാസങ്ങൾ എന്നാൽ ആ 30 മാസങ്ങളാവുന്നതിന്റെ ഒരു കാരണം, ഈ 4 മാസം പിന്നിട്ട ഗർഭധാരണം, ഒരു 4 മാസം പിന്നിട്ട ഘട്ടത്തിലാണ് കുഞ്ഞിന് റൂഹ് ലഭിക്കുന്നത്. അത് ഒരു ജീവന്റെ തുടിപ്പുള്ള ഒരു എൻറ്റിറ്റിയായി മാറുന്നത് എന്നതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ടുള്ള കാലമാണ് ഗർഭം ചുമക്കുക എന്ന ഒരു പദപ്രയോഗത്തിലൂടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാലം. 40 ഈ 4 മാസം പിന്നിട്ട ഇതിന് ശേഷമുള്ള ഒരു കാലം. പക്ഷെ സാങ്കേതികമായിട്ട് ഗർഭം ചുമക്കുക എന്ന അർത്ഥത്തിലുള്ള ഈ 30 മാസം എന്ന് സൂചിപ്പിച്ചതിലെ 6 മാസമാണല്ലോ ശേഷിക്കുന്നത്. അപ്പൊ ഒരു കുഞ്ഞ് ഗർഭധാരണം മുതൽ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രജ്ഞന്മാര് ഒരു ധാരണയിൽ എത്തിയിട്ടുള്ളത്. ഇപ്പൊ വിവാഹം കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഭാര്യ പ്രസവിക്കുകയാണെങ്കിൽ, അപ്പൊ 6 മാസത്തിന് മുമ്പാണെങ്കിൽ, പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് 6 മാസത്തിന് മുമ്പാണെങ്കിൽ അത് വിവാഹപൂർവമായ ഒരു ബന്ധത്തിൽ നിന്നുണ്ടായതാണ് എന്ന് അനുമാനിക്കാൻ ഒരു പ്രൊവിഷൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. കർമ്മശാസ്ത്രജ്ഞന്മാരെ എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷൻ, അത് ആ ഭർത്താവിന്റെ പേരിൽ വെച്ച് കെട്ടാൻ പറ്റൂല. 6 മാസത്തിന് മുന്നെയാണ് കുഞ്ഞ് പ്രസവിക്കുന്നതെങ്കിൽ അതിന്റെ പിതൃത്വം അവളെ കല്യാണം കഴിച്ച ആ പുരുഷന്റെ മേല് വെച്ച് കെട്ടാൻ പറ്റൂല. 6 മാസം കഴിഞ്ഞിട്ടാണ്
പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ പ്രസവിക്കുന്നതെങ്കിൽ അതിന്റെ പിതൃത്വം ആ പിതാവിന് തന്നെയാണ് എന്നതാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാര് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. അതുകൊണ്ട് തന്നെ 6 മാസം പിന്നിട്ടതിന് ശേഷം പ്രസവിക്കുന്നതിനെ ഡിസോൺ ചെയ്യാൻ ഈ പിതാവിന് പറ്റൂല എന്നുള്ള നിലക്കാണ്. ഇതിലൊക്കെ പുനർവായന ഇനിയും പറ്റും. ഖുർആൻ നൽകുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പുതിയ സാങ്കേതിക വിദ്യയിലൂടെ പലതും ടെസ്റ്റ് ചെയ്ത് കണ്ടെത്താൻ DNA ടെസ്റ്റിനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തില് ഈ ഖുർആന്റെ ആയാത്തുകളുടെ സൂചനയെ പുനർവായനക്ക് വിധേയാക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഖുർആന്റെ ആയാത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പഴയ കാലത്ത് ഫുഖഹാക്കൾ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്താണ്, അതിന്റെ 2ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.